ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് SSLC എക്സാമിൽ മാർക്ക് വാങ്ങിയവർക്ക് എത്ര A+ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ നമ്മുടെ ആ ഒരു കുട്ടിയുടെ ഫോട്ടോയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു അടിപൊളി ഗ്രീറ്റിംഗ്സ് ഇതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മംഗ്ലീഷ് കീപാഡ് ആണ് ഉപയോഗിക്കുന്നത്, അതായത് മലയാളം കീപാഡ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഫോണിനകത്ത് നിന്ന് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ഫോട്ടോസ് ഇതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി പോകേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മംഗ്ലീഷ് കീപാഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ SSLC വിജയികളെ അഭിനന്ദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നില്ല എങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ വിദ്യാർത്ഥിയുടെ പേര് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു പേര് ആരാണോ അവൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പേര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഫോട്ടോ, ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് ഫോട്ടോ എന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ ഗാലറിയിലേക്കായിരിക്കും വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ക്രോപ്പ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് എത്ര A+ ആണ് കിട്ടിയിട്ടുള്ളത്, A+കളുടെ എണ്ണം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ A+കളുടെ എണ്ണം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ 10 A+ കിട്ടിയ കുട്ടിയാണ്. അങ്ങനെ ഇതുപോലെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് യുവർ പോസ്റ്റർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് ആർക്കാണോ വേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കാം. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? നല്ല ചെറിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി ഗ്രീറ്റിംഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോസുകളൊക്കെ ഇതുപോലെ ആഡ് ചെയ്തുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാവുന്നതാണ്. സ്റ്റാറ്റസുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇതുപോലെ പോസ്റ്റർ നിർമ്മിക്കാവുന്നതാണ്.